കോടിയേരി രാജിവെക്കണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. പല കോണിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് ഇത്ര മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ നിന്നൊരാൾ ഇങ്ങനെ ഒരു ശിക്ഷയുടെ ഭാഗമായി വരുന്ന ഘട്ടത്തിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന അങ്ങ് രാജിവെക്കാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ബിനീഷ് കോടിയേരിന്റെ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് രാത്രി ഏഷ്യാനെറ്റ് ചാനലിലായിരുന്നു അന്നൊരു ചർച്ച നടത്തിയത്, ഡിബേറ്റ് നടത്തിയത്. ആ ഡിബേറ്റ് നിങ്ങളുടെയൊക്കെ ആർക്കൈവ്സിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് രാത്രി കോടിയേരി ബാലകൃഷ്ണനെതിരായി ഞാൻ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് BJPയുടെ പ്രതിനിധി ഒരു ചോദ്യമായി ഉന്നയിച്ചു. ലീഗ് നേതാക്കന്മാർ PK ഫിറോസിനെ ഭീഷണിപ്പെടുത്തിയോ, അതുകൊണ്ടാണോ കോടിയേരിക്കെതിരെ സംസാരിക്കാത്തത് എന്ന് വരെ ചോദിച്ചു. പക്ഷെ അന്ന് ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം, ഒരു മകനും മയക്കുമരുന്ന് ഇടപാട് നടത്താനോ മയക്കുമരുന്ന് കേസിൽ പങ്കാളിയാവണമെന്നോ ഒരച്ഛനും ആഗ്രഹിക്കില്ല എന്നൊരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. അതിന്റെ പേരിൽ ആ പിതാവിനെ ഒരു നിലക്കും കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അതേ സമയത്ത് ഭരണത്തിലിരുന്നുകൊണ്ട് അധികാരത്തിലിരുന്നുകൊണ്ട് അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ കേസിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. കാരണം എന്താണ്, അവർ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണെന്ന് മാത്രമല്ല, ബിനീഷ് കോടിയേരി അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ഒരു സംശയം ഉന്നയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഇനിയുണ്ടായാൽ ഇനിയും അത് ആവർത്തിക്കും, ഒരു സംശയം വേണ്ട. അതുപോലെയാണോ ഇക്കാര്യത്തിൽ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ രാജിവെക്കേണ്ടത് എന്തിനാണ്? ഈ പദവി ഉപയോഗിച്ച് ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തിനെതിരായിട്ട് അല്ല അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാട് ഞാൻ സ്വീകരിക്കും എന്ന ഭയം ആർക്കെങ്കിലും ഉണ്ടെങ്കിലാണ്. ഇപ്പൊ പദവി രാജിവെക്കണം, ഇപ്പൊ മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്നൊക്കെ ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് അധികാര ദുർവിനിയോഗം ചെയ്ത് അയാളെ സംരക്ഷിക്കുമോ എന്നുള്ളത് കൊണ്ടാണ്, സംശയമുള്ളത് കൊണ്ടാണ് ആ പദവി രാജിവെക്കണം എന്ന് പറയുന്നത്. ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധി പോലും അല്ലാത്ത, അധികാരത്തിന്റെ ഭാഗമായി നിൽക്കാത്ത ഒരാളാണ്. മാത്രമല്ല ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എന്താ നിങ്ങൾ ചോദിച്ചു നേരത്തെ, ഇല്ല, ഒരു കേസിലും അതെ ഇങ്ങനെയുള്ള ഒരു കേസിലും ഇതുവരെ പ്രതിയായതായി എന്റെ അറിവിലില്ല. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേകമായ ഒരു രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ഡീപ്പായി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ പലപ്പോഴും എന്നെയൊക്കെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ എനിക്ക് അയച്ചു തരുന്നത് കാണാറുണ്ടെന്നല്ലാതെ ഞാനത് സ്ട്രിക്റ്റായി ഫോളോ ചെയ്യാറില്ല. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇത്രയും കാലം എന്റെ രാഷ്ട്രീയത്തെയും എന്നെയും ഒക്കെ വ്യക്തിപരമായി വിമർശിക്കുകയും അതുപോലെ തന്നെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ പിന്നെ എന്നെയുമായി ചേർത്ത് പറയുന്നതിന്റെ ഒരു ശരികേടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഒരിക്കലുമില്ല. കാരണം എന്താണെന്നറിയോ, ഇത് എവിടെയാണുള്ളതെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഞാൻ തന്നെ പലയിടത്തും പ്രസംഗിക്കാറുണ്ട്. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് അവനവന്റെ വീട്ടിൽ ഇത് ഇല്ല എന്നാണ്. അവനവന്റെ വീട്ടിലില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഒരു മുതിർന്ന ആള്, ഇപ്പൊ ഇദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു ചാർജ് പോലും പോലീസ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ആ നിലക്കല്ല പറയുന്നത്. അങ്ങനെ ആക്ഷേപം സൈബർ സഖാക്കൾ വ്യാപകമായി നടത്തുന്നു എന്നല്ലാതെ. പക്ഷേ ഞാൻ പൊതുവിൽ പറയാണ്, ആരുടെ വീട്ടിലെയും ഏതൊരാൾക്കും ഇത്തരം ഈ പറയുന്ന മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ആളുകളുമൊക്കെ ആയിട്ട് ബന്ധമുണ്ടാകാം. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, നമുക്കൊക്കെ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പയിൻ നമുക്കിനി നിർത്തിക്കളയാം എന്നൊന്നുമില്ല. നമുക്ക് ഈ ക്യാമ്പയിൻ ഇനിയും ശക്തമാക്കണം. നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അത്തരം സംഘങ്ങളെയും അത്തരം ഉപയോഗിക്കുന്ന ആളുകളെയും ഒക്കെ വേരോടെ അത്തരം പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് വരെ നമുക്ക് ഈ പോരാട്ടം തുടരേണ്ടതുണ്ട്. അത് ഇനിയും തുടരും, ഒരു സംശയം വേണ്ട. അതല്ല ഞാൻ ഇത്രയും നേരം പറഞ്ഞു. നിങ്ങൾ വൈകിട്ടാണോ വന്നത്? നിങ്ങൾ കുറച്ച് വൈകിയും തോന്നുന്നു. കോടിയേരി ബാലകൃഷ്ണനെ അദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ വിമർശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് അത്തരം ആളുകൾക്ക് സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് അന്ന് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയം. അത് വളരെ കൃത്യമാണ്. അത്തരം വിഷയങ്ങൾ അധികാരത്തിലിരിക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഇനിയും ഉന്നയിക്കും. അക്കാര്യത്തിലും ഒരു സംശയം വേണ്ട.